അപ്പോൾ ഗൈസ് നമ്മുടെ പറക്കും തളിക ബസ് ഇതാ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി എങ്ങനത്തെ പശ വേണിച്ചാലും കൊടുക്കാം. നമുക്ക് ഇങ്ങനെ അതിൻ്റെ മീതെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഗൈസ് നമ്മളിതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി അമർത്തി കൊടുക്കുക. ഇട്ടട്ടെ. ഇത് നമുക്ക് അടുത്തത് എടുക്കാം. ബെഡിനായിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതും കൂടി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ നമ്മുടെ അടുക്കള ഭാഗമാണ് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ അതുമാതിരി തന്നെ ഇത് ഇങ്ങനെ പശ എടുത്തിട്ട് അപ്പോൾ ഇതാ നമ്മളിത് ഇങ്ങനെ പശയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും ഒരു പേപ്പർ എടുത്തിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ് ഇതാ പശയാക്കിയിട്ടുണ്ട്. നമുക്ക് അത് ചെയ്ത മാതിരി ഇതും ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ വെച്ചു. ഇനി നമുക്ക് ടാങ്ക് ഉണ്ടാക്കണം. ടാങ്കിനായിട്ട് നമ്മൾ ഇതുമാതിരി ഒരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് ഗ്യാസ് ഉണ്ടാക്കിയ മാതിരി തന്നെ നമുക്ക് വട്ടം ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ബ്രഷ് എടുക്കുക. അപ്പോൾ ഗായ്സ് അതിനായിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ബൗളാച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് എടുത്തിട്ട് ഇതുമാതിരി ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിക്കുക. കുറച്ചുകൂടി വെള്ളമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാൻ മതി. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഒരു 2-3 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഗൈസ് വീണ്ടും ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. അപ്പോൾ ഗൈസ് വീണ്ടും ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ചുരുട്ടുക. നമ്മുടെ ഗ്യാസ് ചെയ്ത മാതിരി തന്നെ ഇതും ഇങ്ങനെ എടുത്തിട്ട് ചുരുട്ടുക.
അപ്പോൾ ഗൈസ് ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒരു പശ ഇങ്ങനെ എടുക്കുക. പശ എടുത്തതിന് ശേഷം നമ്മളിത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എങ്ങനെ ഇത് ഇവിടെ വെള്ളമല്ലേന്ന്. അപ്പം നമുക്ക് അതിലും കൂടി പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പം ഗൈസ് ഇതാണ്. ഇനി നമുക്ക് ഒന്നും കൂടിയും ഇതെടുക്കാം. അപ്പോൾ ഗൈസ് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടയർ മാതിരി തന്നെ ഇത് മാതിരി തന്നെ നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമ്മൾ ഒരു റൗണ്ട് അടിച്ചിട്ട് അതിൽ ബ്ലാക്ക് സംഭവം വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അതിനായി ഇങ്ങനെ പശ എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഗായ്സ് നമ്മളിങ്ങനെ പശ ഇങ്ങനെ കൈക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമ്മളിത് ഇങ്ങനെ തേച്ചെടുത്താൽ മതി. അപ്പോൾ ഗൈസ് കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ഇങ്ങനെയായിട്ട് ഇതിപ്പോൾ നമ്മളുടെ ഈ ബസ്സിൻ്റെ മുകളിൽ വെക്കണ സംഭവമാണിത്. ഇതിങ്ങനെ വയ്ക്കും. അതിൻ്റെ മുന്നേ നമുക്ക് ഇത് വയ്ക്കാം. ഇത് ഒട്ടിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ മീതൊരു ബോർഡ് ഉണ്ടാവില്ലേ, താമരാക്ഷം പിള്ളാന്ന് എഴുതിയിട്ട്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ബോർഡ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കറക്റ്റ് അളവിന് തന്നെ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് എത്ര അളവാണോ അത്ര അളവായിട്ട് എടുക്കണം. അപ്പോൾ ഗൈസ് ഇത് ടയറാണ്. ടയറിനായിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് തന്നെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇങ്ങനെ എല്ലാത്തിലും ആക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ മാർക്കർ കൊണ്ടായാലും കുഴപ്പമില്ല, ഇത് നമ്മുടെ പെന്നുകൊണ്ടായാലും കുഴപ്പമില്ല. ഞാൻ പെന്നുകൊണ്ടാണ് കൊടുത്തത്. ഇത് ടയറിനുള്ളതാണ് കേട്ടോ. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മളിതാ ഒരെണ്ണം എടുക്കുക. അതിനായിട്ട് നമ്മളിങ്ങനെ പശ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം.
ഇതുമാതിരി നമുക്ക് അപ്പുറത്തെ ടയറും ചെയ്തു കൊടുക്കാം. നമുക്ക് ഇവിടെ കൊടുത്തത് ഒന്നും കൂടി പശയാക്കട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ബസ്സിന് മറ്റേ ടയറും ഇതുമാതിരി നമുക്ക് വെച്ചു കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഗൈസ് ഇവിടെയും ടയർ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാട്ടോ. അപ്പോൾ ഗൈസ് നമ്മളുടെ ടയറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് കുറച്ച് നേരം ഇത് ഉണങ്ങട്ടെ. നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി താമരാശപ്പിള്ള എഴുതിയത് ഒന്നുകൂടി വെച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. ഇങ്ങനെ 2 പീസാക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി പാർട്ട് 4 പെയിൻറ് ചെയ്യണത് കാണിക്കുക എന്തായാലും. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ. ഇനി പെയിൻറ്റിങ് എന്തായാലും കാണിക്കും പാർട്ട് 4. ഇതിപ്പോൾ ഇത്രയുണ്ട് ബസ്സിൻ്റെ ഉള്ളിലൊക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.